പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ട് കോഡുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള വളരെ പ്രസക്തമായ 30 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപ് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ തെളിയുന്ന ബെൽ ബട്ടണിൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തുക. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. ഇന്നത്തേയോടുകൂടി ഈ അക്കൗണ്ട് കോഡിൻ്റെ പാർട്ട് 1 തീരുകയാണ്. ഇതിൽ നിങ്ങൾക്കിനി കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പോടുകൂടി ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നു. PSC previous questions, Kerala account codes. First question, where is the central account section of RBI situated? RBIയുടെ CAS സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ നമ്മൾ ബഡ്ജറ്റ് എടുത്താൽ പറഞ്ഞാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ്: മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി, നാഗ്പൂർ. ഞാൻ പറയാതെ തന്നെ അറിയാം, ഇറ്റ് ഈസ് നാഗ്പൂർ. Second question, in the beginning of each month, to which office the treasury submit the accounts supported by the requisite schedules, vouchers, etc. in respect of these transactions which took place in the treasury during the previous month. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ മാസത്തിൻ്റെയും ആദ്യം to which office the treasury submit the accounts, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യുന്ന ട്രഷറി ആണെന്ന് പറഞ്ഞു. അത് ഷെഡ്യൂളും വൗച്ചറും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മന്ത്ലി അക്കൗണ്ട്സ് ആണ് അയക്കുന്നത്. അത് ഏത് ഓഫീസിലേക്കാണ് അയക്കുന്നത് എന്നാണ്. ട്രഷറി മന്ത്ലി അക്കൗണ്ട്സ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മന്ത്ലി അക്കൗണ്ട്സ് ഏത് ഓഫീസിലേക്കാണ് അയക്കുന്നത്? ഓപ്ഷൻസ് ആർ അക്കൗണ്ടൻറ്റ് ജനറൽ, ഡയറക്ടർ ഓഫ് ട്രഷറീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻസ് ആൻഡ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. ആൻസർ ഈസ് അക്കൗണ്ടൻറ്റ് ജനറൽ. കാരണം അക്കൗണ്ടൻറ്റ് ജനറൽ ആണ് അക്കൗണ്ട്സ് കമ്പൈൽ ചെയ്യുന്നത്. ഒക്കെ നമ്മൾ പറഞ്ഞത് ഓർക്കുക. അപ്പോൾ ആൻസർ എ. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൻ്റെ ആൻസറിൻ്റെ കൂടെ ഞാൻ റിലവൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളും കോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പുസ്തകവും മാർക്ക് ചെയ്യാവുന്നതാണ്. കുറേ കൂടി ഒതൻറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. Question number 3. Where are the initial accounts of all receipts on behalf of state government generally maintained? അതായത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇനിഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ റെസീപ്റ്റ്സ് എവിടെയാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് അർത്ഥം. ട്രഷറി, അക്കൗണ്ടൻറ്റ് ജനറൽസ് ഓഫീസ്, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, നൺ ഓഫ് ദീസ്. നിങ്ങൾക്കറിയാം, വളരെ വ്യക്തമാണ്. ആൻസർ ഈസ് എ. It is said in Article 15A of account code. അടുത്ത question number 4. Transactions initially taken against the balance of a state which are eventually adjustable to the balance of another state. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ അക്കൗണ്ടിൽ എടുത്തിരിക്കുന്ന ബാലൻസ് അത് മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ balance of another state are passed on to the accountant general of the latter state, രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്, through which accounts, ഏത് അക്കൗണ്ടിലൂടെയാണ്. അപ്പം നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വർക്ക് ചെയ്ത് മറ്റൊരു സ്റ്റേറ്റിൽ പോയിട്ട് പെൻഷൻ വാങ്ങുന്ന കഥകളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത് ഏത് അക്കൗണ്ടിങ് പ്രൊസീജിയറിലൂടെയാണെന്നാണ്. സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്, എക്സ്ചേഞ്ച് അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ട്സ്, നൺ ഓഫ് ദീസ്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള അക്കൗണ്ട്സിനെ സെറ്റിൽ ചെയ്യുന്നതിനാണ് സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൻസർ എ. Question number 5. Finance accounts of Kerala state is prepared by whom? നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് അക്കൗണ്ട്സ് ആരാണ് തയ്യാറാക്കുന്നത്?
Finance Department, Director of Treasuries, State Secretariat, Accountant General of the State. Answer is, as per Article 17, answer is A. എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് അക്കൗണ്ടന്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ആൻസർ ഈസ് ഡി. സോറി, ഞാൻ എന്നാണ് പറഞ്ഞത്. ആൻസർ ഈസ് ഡി. അതായത് ഫൈനാൻസ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് അക്കൗണ്ടന്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ 6. ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ ജനറലി മെയിൻറ്റൈൻഡ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സിസ്റ്റം? എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അക്കൗണ്ടിങ് സിസ്റ്റം ബേസിക്കലി ഏത് സിസ്റ്റമാണ്? സിംഗിൾ എൻട്രി സിസ്റ്റം, ഡബിൾ എൻട്രി സിസ്റ്റം, ഹൈബ്രിഡ് സിസ്റ്റം ആൻഡ് നൺ ഓഫ് ദീസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ സിംഗിൾ എൻട്രി സിസ്റ്റം. സോ ആൻസർ ഈസ് എ. അത് ആർട്ടിക്കിൾ 19 പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. Misclassification of an expense incurred on 31st March 2019 was detected on 6th April 2019. This mistake can be rectified in the accounts for which year? വളരെ ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻ കേൾക്കണം. Misclassification of an expense incurred on 31st March 2019. മാർച്ച് 31 നടത്തിയ ഒരു ട്രാൻസാക്ഷനിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് തെറ്റിപ്പോയി. ദാറ്റ് ഈസ് മിസ്ക്ലാസിഫിക്കേഷൻ. അത് അടുത്ത വർഷം 2019 ഏപ്രിൽ 6 ഈ തെറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ദിസ് മിസ്റ്റേക്ക് ക്യാൻ ബി റെക്ടിഫൈഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് വിച്ച് ഇയർ? ഏത് വർഷത്തെ, അതായത് 1819 അതേ 1920 അക്കൗണ്ട്സിലാണോ ഇത് റെക്ടിഫൈ ചെയ്യുന്നതെന്നാണ്. It happened in 1819, but it is rectified in 1920. So that is the confusion. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം 1819 അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് അടുത്ത വർഷം മെയ് ഒക്കെ ആവുമ്പോഴേ അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആവുന്നുള്ളൂ. അതുകൊണ്ട് ആ കറക്ഷൻ ഇഫക്റ്റ് ചെയ്യുന്നത് 2018-19 തന്നെയാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് സെഡ് ഇൻ clearly said in Article 21. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണിത്. ഇതും ആ ക്വസ്റ്റ്യൻ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ വായിക്കാം. ആൻഡ് ഓഫീസ് ഇൻകേഴ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ₹5,000 ഓൺ 7/4/2019. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 5000 രൂപയുടെ ഒരു ചെലവ് 7/4/2019 നടത്തുന്നു എന്ന് വിചാരിക്കുക. അക്കൗണ്ട്സ് ഫോർ ദ ഇയർ 2018-19 വാസ് ഓപ്പൺ ടിൽ 34/2019 ഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു 31st കഴിഞ്ഞാലും 1 മാസം 2 മാസമൊക്കെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാലയളവായിട്ട് സൂക്ഷിക്കുക. ഇവിടെ 30/4/2019 മാത്രമേ 2018-19 കണക്ക് ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഈ ട്രാൻസാക്ഷൻ നടന്നത് 7/4/19 എങ്കിൽ ഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ വിച്ച് ഇയേഴ്സ് അക്കൗണ്ട്സ് ദി എക്സ്പെൻസ് ഓഫ് 5,000 വിൽ ബി ബുക്ക്? ഏത് വർഷത്തിലെ അക്കൗണ്ടിലായിരിക്കും ഈ 7/4/19 എക്സ്പെൻഡിച്ചർ ബുക്ക് ചെയ്യുക എന്നാണ്, അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത് എന്നായിരിക്കും. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ ഓഫീസ് incurs an expenditure of ₹5,000 on 7/4/2019. Accounts of the year was opened till 34/2019 for making adjustments. In which year the accounts of the expense of ₹5,000 will be booked? തീർച്ചയായിട്ടും അത് 2019-20 തന്നെ അക്കൗണ്ട് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ആ വർഷം ആ ഫൈനാൻഷ്യൽ ഇയറിൽ നടന്ന ഒരു ട്രാൻസാക്ഷനാണ് എന്ന് സൂക്ഷ്മമായി നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ആൻസർ ഈസ് ബി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. റെന്റ് റിക്കവേർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബിൽഡിംഗ്സ് ഇൻ ചാർജ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് അതർ ദാൻ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി അക്കൗണ്ടഡ് ആസ് റെസീറ്റ് ഓഫ്. അതായത് PWD ഒഴികെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് ഏത് അക്കൗണ്ടിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുക? ദ ഡിപ്പാർട്ട്മെന്റ് ഹോൾഡിംഗ് ചാർജ് ഓഫ് ദി ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ ഓണറായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണോ, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണോ,
സി ഷോൺ ആസ് ഡിഡക്ഷൻ ഓഫ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ഓഫ് PWDയുടെ മെയിൻ്റനൻസ് ചാർജിൽ കുറയ്ക്കുകയാണോ അതേ ഇതൊന്നും അല്ലയോ? അതിൻ്റെ ആൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഹോൾഡിംഗ് ചാർജ് ഓഫ് ദി ബിൽഡിംഗ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിംഗ് ആണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസീറ്റ് റവന്യൂ റെസീറ്റായിട്ടാണ് അക്കൗണ്ട് ചെയ്യപ്പെടുക. നമ്പർ 10. Which among the following heads in the government accounts is primarily meant for itemized control over expenditure? അതായത് ഐറ്റം വൈസ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഏത് ഹെഡ് ഓഫ് അക്കൗണ്ട് ആണെന്നാണ്. മേജർ ഹെഡ്, മൈനർ ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ് ആൻഡ് സബ് ഹെഡ്. ഇതാണ് 4 ഓപ്ഷൻസ്. കറക്റ്റ് ആൻസർ ഈസ് ഡീറ്റെയിൽഡ് ഹെഡ്. ഡീറ്റെയിൽഡ് ഹെഡിലാണ് ഐറ്റം വൈസ് ആയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ ഐറ്റം പോലും കൃത്യമായി വേർതിരിച്ച് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്. Another important question number 11. State Accountant General with due approval of C&AG submits the state annual finance accounts to whom? ആർക്കാണ് സ്റ്റേറ്റിൻ്റെ ആനുവൽ ഫൈനാൻസ് അക്കൗണ്ട്സ് ഓരോ വർഷത്തെയും ആനുവൽ ഫൈനാൻസ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യപ്പെടുന്നത്? ഏത് അതോറിറ്റിക്കാണ്? ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിങ്ങൾക്കറിയാമത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഗവർണർക്കാണ് ഓരോ സ്റ്റേറ്റിൻ്റെയും ആനുവൽ ഫൈനാൻസ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യുന്നത്. Question 12. Travelling allowance of an officer paid from the local fund when travelling in the execution of government duty shall be charged to which account? അതായത് ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്താൽ എവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് അലവൻസ് അക്കൗണ്ട് ചെയ്യപ്പെടുക? ജനറൽ റവന്യൂസ്, ലോക്കൽ ഫണ്ട്, ഈക്വലി ചാർജ്ഡ് ടു ജനറൽ റവന്യൂസ് ആൻഡ് ലോക്കൽ ഫണ്ട്, നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് എ, ജനറൽ റവന്യൂ. അതായത് ലോക്കൽ ഫണ്ട് ഓഫീസർ ഗവൺമെൻറ്റിൻ്റെ ഒരു കൃത്യനിർവഹണത്തിന് യാത്ര ചെയ്യുന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണത് നിർവഹിക്കപ്പെടുക, ചെലവ്. ഇതും വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിളാണ്, പക്ഷേ ശ്രദ്ധയോടെ കേൾക്കണം. Question number 13. Expenditure on the maintenance of non-residential buildings under the administrative control of PWD and allotted to specific functions under social and community services are shown under the appropriate major head 4. അതായത് ഒരു നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഓഫീസ് കെട്ടിടങ്ങളൊക്കെ അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് PWDയുടെ നിയന്ത്രണത്തിലുള്ള ഒരു നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് ചാർജ് ആരാണ് വഹിക്കുന്നതെന്നാണ് ചോദ്യം. എ, പബ്ലിക് വർക്ക്സ്. അപ്രോപ്രിയേറ്റ് മേജർ ഹെഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വിച്ച് ബിൽഡിങ്സ് ഹാവ് ബീൻ അലോട്ടഡ്. അതേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സസ്പെൻസ് അക്കൗണ്ട്സ്, നൺ ഓഫ് ദീസ്. ഓർക്കുക, മെയിൻ്റനൻസ് ചാർജസ് എപ്പോഴും PWD ആണ് വഹിക്കുന്നത്. സോ ദി ആൻസർ ഈസ് എ, പബ്ലിക് വർക്ക്സ്. സോ എക്സ്പെൻഡിച്ചർ ഓൺ ദ മെയിൻ്റനൻസ് ഓഫ് നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആർ മെറ്റ് ബൈ പബ്ലിക് വർക്ക്സ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. ഹൗ മെനി മെയിൻ ഡിവിഷൻസ് ആർ ദെയർ ഫോർ പാർട്ട് 1 ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ്? പാർട്ട് 1 ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. അതിന് എത്ര പാർട്ട് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് A2, B3, C4, D6. അതിൻ്റെ ഒരു ചാർട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് ഓർമ്മയുണ്ടാകും. പാർട്ട് 1-ന് 2 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് റവന്യൂ, 2 ക്യാപിറ്റൽ ആൻഡ് പബ്ലിക് ഡെറ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഓർക്കുക. സോ ദി ആൻസർ ഈസ് എ, 2 പാർട്സ്. അടുത്ത ക്വസ്റ്റ്യൻ 15 ആണ്. കുറച്ച് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ടതാണ്, വിശേഷിച്ച് അതിൻ്റെ ആൻസർ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇൻ വിച്ച് ഓർഡർ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ് ആർ അക്കൗണ്ടഡ് ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്സ്? ആൻസർ എ. എ ഈസ് ദി കറക്റ്റ് ആൻസർ. അത് ഞാൻ നിങ്ങളെ അങ്ങ് ബോധ്യപ്പെടുത്താം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറയുന്ന ഡിവിഷൻ. അതിൻ്റെ താഴെ സെക്ഷൻ ഉണ്ട്. റവന്യൂ, ക്യാപിറ്റൽ എന്ന് പറയുന്ന സെക്ഷൻ. അതിൻ്റെ താഴെ സെക്ടർ, അതിൻ്റെ താഴെ സബ് സെക്ടർ, അതിൻ്റെ താഴെ മേജർ ഹെഡ്. ദിസ് ഈസ് ദി ഓർഡർ ഇൻ വിച്ച് ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ബാക്കി നിങ്ങൾ വായിച്ചോളുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ആൻസർ ഈസ് എ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോം the third tier of the 5-tier arrangement of classification
സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ്. ഈ 5 ടയർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോഴും അത് അക്കൗണ്ട് കോഡിലെ 5 ടയർ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. PSCയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആണ് പ്രധാനമായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുക. ആക്ച്വലി ഇറ്റ് ഈസ് 6 ടയർ ക്ലാസിഫിക്കേഷനും അതിൻ്റെ സാങ്കത്യവും പ്രസക്തിയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഏതായാലും നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 3rd ടയർ ഏതാണെന്നാണ് ചോദ്യം. സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്. നിങ്ങൾക്കറിയാം മൈനർ ഹെഡ് ഈസ് ദി 3rd ടയർ. കാരണം ഫസ്റ്റ് ടയർ ഈസ് മേജർ ഹെഡ്, സെക്കൻഡ് ടയർ സബ് മേജർ ഹെഡ് ആൻഡ് 3rd ടയർ ഈസ് മൈനർ ഹെഡ്. അതിൻ്റെ താഴെയാണ് സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്, ഒബ്ജക്റ്റീവ്. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇറ്റ് ഈസ് മൈനർ ഹെഡ്. Question number 17. Whose approval is required for the abolition or change of nomenclature of any existing heads of classification? ആരുടെ അംഗീകാരമാണ് വേണ്ടത്? നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഒന്നിലെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ നമ്പരോ അല്ലെങ്കിൽ അതിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ബാക്കി എഴുതുന്ന വേർഡ്സ് ആണ്. അത് മാറ്റണമെങ്കിൽ ആരുടെ അംഗീകാരം വേണം എന്നാണ്. ഫൈനാൻസ് മിനിസ്റ്റർ വിത്ത് ദി അപ്രൂവൽ ഓഫ് ക്യാബിനറ്റ്, ഡയറക്ടർ ഓഫ് ട്രഷറീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിത്ത് ദി അപ്രൂവൽ ഓഫ് പ്രസിഡന്റ് വേറെവർ നെസസറി. ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്യുകയോ ഒക്കെ വേണമെങ്കിൽ C&AGയുടെ അപ്രൂവൽ വേണം ആത്യന്തികമായി, വിത്ത് ദി അപ്രൂവൽ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് C. Next one is 18. Charges for intermediate maintenance of a work not yet open for service shall be treated as. അതായത് ഒരു വർക്ക് കമ്മീഷൻ ചെയ്തിട്ടില്ല, അതിനിടയിൽ വന്ന ഒരു മെയിൻ്റനൻസ് ചാർജ് ഏതിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്നാണ്. ക്യാപിറ്റൽ, റവന്യൂ, നീദർ ക്യാപിറ്റൽ നോർ റവന്യൂ, നൺ ഓഫ് ദീസ്. നിങ്ങൾക്കറിയാം ഒരു കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു അസറ്റിൽ നിർവഹിക്കേണ്ടി വരുന്ന ചെലവുകളൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ദി ആൻസർ ഈസ് A, ക്യാപിറ്റൽ. അടുത്തത് ടി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ട്രാൻസിറ്റ് പേ ആൻഡ് അലവൻസ് ഓഫ് എ ഗവൺമെന്റ് സർവന്റ് പ്രൊസീഡിംഗ് ടു ജോയിൻ ആൻ ഓഫീസ് ഓൺ ട്രാൻസ്ഫർ either temporarily or permanently is ordinarily debited to which office? ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ടി അലവൻസ് കൊടുക്കുന്നത് ഏത് ഓഫീസിൽ നിന്നാണ്? ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് ട്രാൻസ്ഫർ എങ്കിൽ അയാളുടെ ട്രാൻസ്ഫർ അലവൻസിന് എലിജിബിലിറ്റി രണ്ടാമത്തെ ഓഫീസിൽ നിന്നാണ്. രണ്ടാമത്തെ അയാൾ ഏത് ഓഫീസിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നോ ആ ഓഫീസായിരിക്കും അയാളുടെ TA പാസ്സാക്കി കൊടുക്കുന്നത്. അടുത്തത് ഗവൺമെന്റ് ട്രാൻസാക്ഷൻസ് വിച്ച് incur a liability to repay the money received is accounted in which part of the accounts? ഗവൺമെന്റ് അക്കൗണ്ട്സിന് 3 പാർട്ടുണ്ട്: കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ്. ഇതിൽ ഗവൺമെന്റിന് തിരിച്ചു നൽകേണ്ട ഒരു ബാധ്യത വരുന്നത് ഇതിലേത് പാർട്ടിലാണ് എന്നാണ് ചോദ്യം. പാർട്ട് 1 കൺസോളിഡേറ്റഡ് ഫണ്ട്, പാർട്ട് 2 കണ്ടിജൻസി ഫണ്ട്, പാർട്ട് 3 പബ്ലിക് അക്കൗണ്ട്സ് ആൻഡ് നൺ ഓഫ് ദി അബവ്. നിങ്ങൾക്കറിയാം അത് പബ്ലിക് അക്കൗണ്ട്സിൽ നിന്നാണ്. കാരണം അത് റിസീവ് ചെയ്യുമ്പോൾ സിവിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കുന്നത് റീപേ ചെയ്യുമ്പോഴും അതേ ഹെഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഈസ് പബ്ലിക് അക്കൗണ്ട്സ്. ആർട്ടിക്കിൾ 24H ഓഫ് ദി അക്കൗണ്ട് കോഡിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സാധാരണ നിങ്ങളെപ്പോഴും PSC ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാഷിംഗ് അലവൻസ് ടു ക്ലാസ് 4 എംപ്ലോയീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഹെഡ്? ക്ലാസ് 4 എംപ്ലോയീസിൻ്റെ വാഷിംഗ് അലവൻസ്, യൂണിഫോമിന് കൊടുക്കുന്ന വാഷിംഗ് അലവൻസ് എങ്ങനെയാണത് അക്കൗണ്ട് ചെയ്യുന്നത്? സാലറി, DA, മിസ്ലേനിയസ് അലവൻസ്, നൺ ഓഫ് ദി അബവ്. ആൻസർ ഈസ് A, സാലറി ആയിട്ടാണ് അത് അക്കൗണ്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. ട്രാവലിംഗ് അലവൻസ് ആൻഡ് ഡെയിലി അലവൻസ് ടു ഓഫീസേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് appointed as members of committees set up by Govt of India are borne by whom? സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചാൽ അവരുടെ TA-യും DA-യും എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യത ആരാണ് വഹിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ഷെയർഡ് ഈക്വലി, നൺ ഓഫ് ദി അബവ്. അത് ശരിക്കും അതിൻ്റെ ബാധ്യത സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. പക്ഷേ ഒരു കാര്യം കൂടി, അതിൻ്റെ റൂൾസ് സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ചിട്ടാണ് അവരുടെ TA-യും DA-യും നിർണ്ണയിക്കുന്നതെന്ന് കൂടി ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. Who will bear the fees, travelling allowances, daily allowances and other remuneration of an officer of government required to attend meeting or doing other works in connection with the affairs of a public sector company? ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട്
അദ്ദേഹം ഒരു ഡ്യൂട്ടി നിർവഹിച്ചാൽ അതിൻ്റെ ഫീസും ട്രാവലിംഗ് അലവൻസും ഡെയിലി അലവൻസും ഒക്കെ ആരാണ് വഹിക്കേണ്ടത്? ഗവൺമെൻറ് ആണോ അതേ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണോ എന്നാണ്. ആൻസർ ഈസ് ദ പബ്ലിക് സെക്ടർ കമ്പനി ഫോർ വിച്ച് ദ ഓഫീസർ അറ്റൻഡഡ് ദ മീറ്റിംഗ് ഓർ ഡൺ ദി വർക്ക്. ആർക്ക് വേണ്ടിയാണോ ആ കൃത്യം അല്ലെങ്കിൽ ആ ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചത്, ആ പബ്ലിക് സെക്ടറാണ് ആ ചെലവ് വഹിക്കേണ്ടത്. സോ ആൻസർ ഈസ് എ. Question number 24. Expenditure on public works for the construction of non-residential buildings for administrative and office purposes of government exclusively relating to functions under general services will be accounted for under the appropriate major head. ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായി നോക്കണം. അതായത് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് വർക്ക്സ്, ഒരു പൊതുമരാമത്ത് പണി എന്തിനു വേണ്ടിയാണ്? കൺസ്ട്രക്ഷൻ ഓഫ് നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഓഫീസ് കെട്ടിടം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് ഒക്കെ ഓഫീസുകൾക്ക് വേണ്ടി പണിയുന്നുണ്ട്. അതിൻ്റെ ചെലവ് എക്സ്ക്ലൂസീവ്ലി റിലേറ്റിംഗ് ടു ഫങ്ഷൻസ് അണ്ടർ ജനറൽ സർവീസസ് ആണ്. ജനറൽ സർവീസസിൽ വരുന്ന നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ചെലവുകൾ വഹിക്കുന്നത് പബ്ലിക് വർക്ക്സ് ഓർ ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ പബ്ലിക് വർക്ക്സ്. എ, ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ നിങ്ങൾ ഇവിടെ കൺഫ്യൂസിങ് ആവരുത്. ഇത് ജനറൽ സർവീസസിന് വേണ്ടി വരുന്ന ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അടുത്തത് നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പോയിൻ്റാണ്. വാട്ട് ഈസ് ദി സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ കൊമേഴ്സ്യൽ അണ്ടർടേക്കിങ്സ് to ascertain the financial results of such undertakings in addition to the regular accounts is known as. അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആക്ടിവിറ്റീസിൻ്റെ കണക്കുകൾ ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്? സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്, എക്സ്ചേഞ്ച് അക്കൗണ്ട്, പ്രോഫോമ അക്കൗണ്ട്സ്, നൺ ഓഫ് ദീസ്. യു നോ ഇറ്റ് വെരി വെൽ. ഇറ്റ് ഈസ് ആൻസർ ഈസ് സി, പ്രോഫോമ അക്കൗണ്ട്സ്. Question number 26. General banking business of a state government is generally carried and transacted by which bank? ഏത് ബാങ്കിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് നിർവഹിക്കപ്പെടുന്നത്? സിൻഡിക്കേറ്റ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നൺ ഓഫ് ദീസ്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ സി. Question number 7. Public money received by state government is credited to which account? അതായത് പബ്ലിക് മണി റിസീവ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്? കണ്ടിൻജൻസി ഫണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് അക്കൗണ്ട് ഓഫ് ദി സ്റ്റേറ്റ്. അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. സ്റ്റേറ്റിൻ്റെ ആണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് പബ്ലിക് മണി റിസീവ് ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ട് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ റവന്യൂ റെസീറ്റും ഫീസും ഒക്കെയാണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ പാടില്ല. പബ്ലിക് മണി റിസീവ് ചെയ്യുന്ന എപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. സോ ഡി ഈസ് ദി ആൻസർ. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഇതേവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ PSC പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ വളരെ എക്സോസ്റ്റീവായിട്ട് വളരെ കൃത്യമായി നമ്മൾ അക്കൗണ്ട് കോഡ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് സാധാരണ വെറുതെ നമ്മൾ ആൻസർ എഴുതുകയല്ല, നിങ്ങൾ അറിവോടുകൂടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതെന്നും ഓർക്കേണ്ടതാണ്. ഇനി 3 ക്വസ്റ്റ്യൻ കൂടി അവശേഷിക്കുന്നു, അതുകൂടി നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. ആനുവൽ ജനറൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റഡ് ബൈ C&AG ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റ്സ് വാട്ട്? എന്ന് പറഞ്ഞാൽ ആനുവൽ ജനറൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മറി ഓഫ് അക്കൗണ്ട്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, summary of accounts and transactions of all state governments. Then C, summary of government, summary of accounts and transactions of central and of all state governments side by side. അതായത് മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ട്രാൻസാക്ഷൻസും റെപ്രസെൻ്റ് ചെയ്യുന്നത് ആനുവൽ ജനറൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ആനുവൽ ജനറൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മറി ഓഫ് അക്കൗണ്ട്സ്, സി സമ്മറി ഓഫ് അക്കൗണ്ട്സ്, ട്രാൻസാക്ഷൻസ് ഓഫ് സെൻട്രൽ ആൻഡ് ഓഫ് ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സൈഡ് ബൈ സൈഡ്. സോ സി ഈസ് ദി ആൻസർ. Question number 29. Which among the following Department of Kerala Govt is maintaining pro forma accounts outside the regular accounts?
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഗവൺമെൻറ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ചില കൊമേഴ്സ്യൽ നേച്ചർ ഉള്ളവയൊക്കെ പ്രൊഫോമ അക്കൗണ്ട്സ് കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അങ്ങനെ പ്രൊഫോമ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, none of the above. So you know that the correct answer is a സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ റെഗുലർ ഗവൺമെൻറ് അക്കൗണ്ട്സിനോടൊപ്പം പ്രൊഫോമ അക്കൗണ്ട്സും തയ്യാറാക്കുന്നുണ്ട്. So question number 30 and this is the final question. Each minor head shall have a number of subordinate heads. What are these subordinate heads generally called? അതായത് ഒരു മൈനർ ഹെഡിന് താഴെ വരുന്ന സബോർഡിനേറ്റ് ഹെഡ് ഏതാണെന്നാണ്. മേജർ ഹെഡ്, സെക്ടർ, സബ് ഹെഡ്, സബ് സെക്ടേഴ്സ്. മൈനർ ഹെഡിന് താഴെ ഇപ്പം മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, മൈനർ ഹെഡ്, അതിൻ്റെ താഴെ വരുന്നത് സബോർഡിനേറ്റ് ഹെഡാണ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് സി, സബ് ഹെഡ്. മൈനർ ഹെഡിന് താഴെ വരുന്ന സബോർഡിനേറ്റ് ഹെഡ് ഏതാണെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആൻസർ ഈസ് സി. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. 30 ക്വസ്റ്റ്യനായി. ഈ 30 ക്വസ്റ്റ്യനും വളരെ കൃത്യമായി കഴിഞ്ഞ അക്കൗണ്ട് കോഡിൻ്റെ എപ്പിസോഡുകളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ മാത്രമല്ല ആ വീഡിയോ കൂടി കണ്ടാൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC പരീക്ഷ എഴുതാൻ എളുപ്പമാണ്. പക്ഷെ അതിനപ്പുറം ഓഫീസിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പരമപ്രധാനമായ കാര്യം നിങ്ങൾ ആ വീഡിയോകൾ ഒരിക്കൽ കൂടി കാണുക. ഇനിയും അടുത്ത എപ്പിസോഡുകൾ, ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് കോഡ് ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും KSRഉം വെള്ളിയാഴ്ച ദിവസം നമ്മൾ കേരള ഫൈനാൻഷ്യൽ കോഡും റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇത്രയും അക്കൗണ്ട് കോഡും ബഡ്ജറ്റ് മാനുവല് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. നിങ്ങളോട് ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ എൻ്റെ ചാനലിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് ഡ്രൈവിംഗ് ഫോഴ്സായിട്ടിരിക്കുന്നതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം.